ബിസ്മില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് മദേഴ്സ് ഡേ, മാതൃദിനം, അമ്മദിനം, ഉമ്മദിനം. സഹോദരങ്ങളെ, നമ്മിൽ പലരും ഇന്ന് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പലതരത്തിലുള്ള ചിഹ്നങ്ങളും പോസ്റ്റുകളും പലതരത്തിലുള്ള വാചകങ്ങളും കുറിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റും പോസ്റ്റ് ചെയ്യുകയും പലതരത്തിലുള്ള സമ്മാനങ്ങൾ സമർപ്പിക്കുകയും പലതരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും സന്തോഷങ്ങൾക്കായുള്ള പല വഴികളും കണ്ടെത്തുകയും അതിൽ ക്ലബിൽ വെച്ചുകൊണ്ടായാലും മറ്റു പല സ്ഥലങ്ങളിലും വെച്ചുകൊണ്ട് അത്തരത്തിൽ നാം ആഘോഷിക്കുകയും ആഘോഷ സന്തോഷങ്ങളിൽ ആറാടുകയും ചെയ്യും. പലപ്പോഴും പലരുടെയും സ്വഭാവ രീതികൾക്കനുസരിച്ച് അതല്ലെങ്കിൽ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പലരും പലതരത്തിൽ മാതൃദിനം കൊണ്ടാടുമ്പോൾ സത്യത്തിൽ ഇതിൽ പാവം മാതാക്കൾക്ക് എന്താണ് ലഭിക്കുന്നത്? അവർക്ക് ആ സ്നേഹം യഥാർത്ഥത്തിൽ ലഭിക്കുന്നുണ്ടോ? ആ സ്നേഹം അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ അവരിലേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്യുന്നുണ്ടോ? നമ്മുടെ ആഘോഷങ്ങളും പലതരത്തിലുള്ള നമ്മുടെ പ്രകടനങ്ങളും കാണുമ്പോൾ സത്യത്തിൽ അവർ ഇതിൽ നിന്ന് എനിക്കെന്ത് ലഭിക്കുന്നു, എന്തിനു വേണ്ടിയാണ് ഇവർ മാതൃദിനം കൊണ്ടാടുന്നത് എന്ന് അതിൻ്റെ അർത്ഥം പോലും ഇന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നുണ്ടാവാം. കഴിഞ്ഞ ഒരു വർഷം അവർക്ക് ലഭിക്കാതെ പോയ ആ പരിഗണനയും സ്നേഹവും അതെല്ലാം ഓർത്ത് അവർ ഖേദിക്കുന്നുണ്ടാവാം. സഹോദരങ്ങളെ, 1905 അന്ന ഡാർവിസ് എന്ന അമേരിക്കൻ ആക്ടിവിസ്റ്റ് അവർ ഇങ്ങനെയൊരു ദിനത്തിനു വേണ്ടി അവരുടെ അമ്മയുടെ മരണശേഷം വാദിക്കുകയും അമ്മമാർ സമൂഹത്തിന് നൽകിയ സ്നേഹത്തെയും ത്യാഗത്തെയും സംഭാവനകളെയും ഓർമ്മിപ്പിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും വേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ 1908 അവർ നേടിയെടുത്ത ഈ അമ്മദിനം എന്ന മാതൃദിനം എന്ന ഈ ദിവസം, സഹോദരങ്ങളെ, അതുകൊണ്ട് വെറും ഒരു പ്രകടനങ്ങളും ഓർമ്മിപ്പിക്കലും മാത്രമാവാതെ അവർക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ, അമ്മമാർക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ ഈ ഓർമ്മപ്പെടുത്തലുകൾ ഒരു വർഷം വരെയെങ്കിലും തുടർന്ന് അടുത്ത വർഷം ഇത് നാം വീണ്ടും ആഘോഷിക്കുമ്പോൾ, വീണ്ടും പ്രകടിപ്പിക്കുമ്പോൾ അടുത്ത വർഷത്തേക്കും അങ്ങനെ ഒരു ദിനം പോലും അവരിൽ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ പരിഗണനയുടെ വിട്ടുമാറാത്ത ദിനങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഇങ്ങനെ ഒരു അമ്മദിനവും മദേഴ്സ് ഡേയും ഒന്നും കടന്നു വരാത്ത, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത കാലഘട്ടത്തിൽ, അതിൻ്റെ എല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തു നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിക്കൊണ്ട് മാതാവിനുള്ള സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫി ആമൈൻ. മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കണം. അവരുടെ ഉമ്മ അവരെ വളരെ
പ്രയാസത്തിന് മേൽ പ്രയാസപ്പെട്ട് ഗർഭം ചുമന്നു, പ്രയാസപ്പെട്ട് പ്രസവിക്കുകയും ചെയ്തു. വഹനൻ അല വഹനിൻ വഫിസ്വാലുഹു ഫി ആമൈൻ. 2 വർഷം അവർ പാലൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളെ ഗർഭം ചുമക്കുകയും പാലൂട്ടുകയും ചെയ്തത് എന്ന് നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. വെറും മലർന്നു കിടന്ന് കരയാൻ മാത്രം, കൈക്കാലുകൾ മേലോട്ടു പൊക്കി പ്രത്യേകമായ ശബ്ദത്തോടെ കരയാൻ മാത്രം കഴിഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മെ മാറോട് ചേർത്ത് അമ്മിഞ്ഞപ്പാലിൻ്റെ ഉറവിടമായ അവരുടെ ആ ഉറവിട സ്ഥാനം നമ്മുടെ ചുണ്ടുകൾക്കിടയിലേക്ക് തിരികെ കയറ്റി നമ്മുടെ ദാഹം തീർത്ത്, നമ്മുടെ വിശപ്പ് തീർത്ത്, നമ്മുടെ ശരീരത്തിലേക്ക് പോഷകാഹാരങ്ങൾ നൽകി നമുക്ക് യാതൊരു പ്രയാസങ്ങളും കൂടാതെ നമ്മെ എല്ലാ തരത്തിലും പരിരക്ഷിച്ച് നമ്മെ നാമാക്കി വളർത്തിയ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് കൂട്ടുനിന്ന്, നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും നമുക്ക് കൂട്ടുനിന്ന്, നമുക്ക് വേണ്ടി ദുആ ചെയ്ത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമുക്ക് വേണ്ടി മനമുരുകി, ശാരീരികവും മാനസികവുമായ ഒട്ടേറെ പ്രയാസങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ച്, പല സന്തോഷങ്ങളും ആഘോഷങ്ങളും നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നാമാകുന്ന മക്കൾക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ മാതാവ്, അവർക്ക് വെറും ഒരു പോസ്റ്റ് കൊണ്ടോ, കേവലം സമ്മാനങ്ങൾ കൊണ്ടോ, കേവലം വാക്കുകൾ കൊണ്ടോ, കേവലം എഴുത്തുകൾ കൊണ്ടോ പോരാ. അവരെ നാം സ്നേഹിക്കണം, അവരെ നാം പരിചരിക്കണം, അവരെ നാം പരിഗണിക്കണം, അവരുടെ പ്രയാസങ്ങൾ നാം കണ്ടറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നു, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന വഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മത്തി വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. എന്നെ നിങ്ങൾ ആരാധിക്കുക പങ്കുകാരില്ലാതെ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക, അവരോട് നല്ല നിലയിൽ വർത്തിക്കുക. അവരിൽ ഒരാളോ അല്ലെങ്കിൽ 2 ആളോ വാർദ്ധക്യം ബാധിച്ചോ അല്ലാതെയോ നിങ്ങളുടെ അടുത്തുണ്ടായാൽ നിങ്ങൾ അവരോട് ഛേ എന്നൊരു വാക്ക് പോലും പറഞ്ഞു പോകരുത്. അവരെ നിങ്ങൾ നോക്കി വിരട്ടുകയും ചെയ്യരുത്. അവർക്ക് നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുക. കാരുണ്യമെന്നത് മനസ്സിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണ്, അഭിനയിച്ച് കാണിക്കാൻ കഴിയുന്ന ഒന്നല്ല. അഭിനയിച്ചാൽ കാരുണ്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണം. അവരെ പരമാവധി സ്നേഹിച്ചും പരമാവധി പരിചരിച്ചും നിങ്ങൾ അവരോട് കാരുണ്യം കാണിക്കണം. കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റം വിനയം അവരോട് കാണിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തന്നെയുമല്ല, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് അവർക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. ചെറുപ്പത്തിൽ അവരെന്നെ സംരക്ഷിച്ചതുപോലെ അള്ളാഹുവേ, നീ അവരോട് നീ കരുണ കാണിക്കണേ എന്നാണ് ആ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്രയും അർത്ഥവത്തായ പ്രാർത്ഥനയും ഇത്രയും ഏറ്റവും നല്ല ഉദാത്തമായ മാതൃസ്നേഹത്തിന് വേണ്ടി, അവരോടുള്ള നല്ല വർത്തനത്തിന് വേണ്ടിയുള്ള ആഹ്വാനവും കൽപ്പനയും നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകിയെങ്കിൽ, സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഭൂമികയിൽ നാം മാതാവിനോട് എത്രമാത്രം കാരുണ്യവും സ്നേഹവും കാണിക്കണമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആദ്യത്തെ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വവസ്സൈനൽ ഇൻസാന എന്നാണ്. ജനങ്ങൾക്ക് ഞാൻ വസിയത്ത് ചെയ്യുന്നു, ജനങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. വസിയത്ത് എന്നാൽ എന്താണ്? നാം അന്ത്യാഭിലാഷമായി നാം മരണശയ്യയിൽ കിടക്കുമ്പോൾ
നാം പറഞ്ഞത് ചെയ്തു തീർക്കേണ്ടതായ നിർബന്ധ കൽപ്പനയായിക്കൊണ്ടാണ് നാം വസിയത്തിനെ കാണുന്നത്. അത്തരത്തിലുള്ള വസിയത്ത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞത്. വവസ്സൈനൽ ഇൻസാന. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വസിയത്തായിക്കൊണ്ട് പറഞ്ഞ ആ കാര്യത്തിന് ശേഷം അള്ളാഹു പറയുകയാണ്, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന്. അതായത് നിങ്ങൾ തോന്നിയതനുസരിച്ച് പ്രവർത്തിച്ച് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയും മാനസികമായും ശാരീരികമായും അവരെ പ്രയാസപ്പെടുത്തിയും അവരെ പരിഗണിക്കാതെയും അവരെ ഗൗനിക്കാതെയും അവരെ സ്നേഹിക്കാതെയും അവരോട് കാരുണ്യം കാണിക്കാതെയും നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോന്നാൽ എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം കേട്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ താല്പര്യം. സഹോദരങ്ങളെ, നാം നമ്മുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും മുഖേന അവർക്ക് സന്തോഷങ്ങൾ ലഭിക്കാനും ശാരീരികവും മാനസികമായ എല്ലാ തരത്തിലുള്ള പരിരക്ഷയും പരിഗണനയും അവർക്ക് ലഭിക്കാനും അതിനുവേണ്ടിയുള്ള നല്ല മനസ്സ് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.